മുഖം പൊത്തിയിരിക്കുന്നത് വാളയാർ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിലെ ഒരു AMB ആണ്. ചുറ്റുമിരിക്കുന്നത് വിജിലൻസുകാരും. ആത്മാഭിമാനം ഏറെയുള്ള സാറാണ്. മുഖം കാണിച്ചാൽ നാട്ടുകാരറിയും, പിന്നെ നാണക്കേടല്ലയോ? പക്ഷെ സാറിന്റെ മുഖം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. ഇതാണ് ആ സാർ സുരേഷ്, തൊടുപുഴ സ്വദേശി. മുമ്പ് മോട്ടോർ വാഹന വകുപ്പിലെ OA ആയി ജോലി ചെയ്ത ആളാണ്. മിനിമം ഒരു AMB ആയെങ്കിൽ മാത്രമേ കൂടുതൽ പണം കൈക്കൂലി വാങ്ങാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി AMB ആയി. പണം പിരിക്കാൻ സാറിനെ പോലെ കഴിവുള്ള ഒരാൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ വേറെ കാണില്ല. പിന്നെ ഇത് സുരേഷ് സാറിന്റെ ശിഷ്യനാണ് എൽദോസ് രാജു, എറണാകുളം പുത്തൻകുരിശ് സ്വദേശി. സുരേഷ് സാർ രാജാവാണെങ്കിൽ എൽദോസ് മന്ത്രിയാണ്. കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് പറയാം. ഈ സാറിനെ കുറിച്ച് എന്താ ഇപ്പൊ പറയേണ്ടത്? എത്ര തവണ വിജിലൻസുകാർ പിടിച്ചു എന്ന് സാറിന് പോലും അറിയില്ല. എന്റെ പൊന്നു ജോസഫ് ചെറിയാൻ സാറേ, കഷ്ടമാണ്. ഇതാണ് പുതുമുഖ പ്രതിഭ ഡോൺ രാജ്. ഓഫീസ് അസിസ്റ്റന്റ് ആണ്. വലിയ പിടിപാടുള്ള ആളാണെന്ന്. ബാച്ചിലറുമാണ്. വണ്ടികൾ തടഞ്ഞു നിർത്തി കൈക്കൂലി വാങ്ങാൻ നല്ല ചോരത്തിളപ്പാണ്. പാലക്കാട് ആലത്തൂർ സ്വദേശി. വിജിലൻസ് SP S ശശിധരന്റെ നേതൃത്വത്തിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 1,27,490 രൂപയാണ്. 2 ദിവസം മുമ്പ് കയറിയതേ ഉള്ളൂ. ഈ സാറുമാർ പണം വാങ്ങാൻ വേണ്ടി മാത്രം തുറന്നു വെച്ചിരിക്കുന്ന സ്ഥാപനമാണിത്. ഇനി ഈ അയ്യപ്പൻ ഇട്ടിരിക്കുന്ന മാല ആര് കൈക്കൂലി നൽകിയതാണെന്ന് കണ്ടറിയണം. പണം മുടക്കി വാങ്ങാൻ സാധ്യത കുറവാണ്. ഇനി ഗതാഗത മന്ത്രിയോട് പറയാനുള്ളത്, സ്വന്തം കാറിൽ ക്യാമറ വെച്ചിട്ട് നിയമലംഘനം കണ്ടുപിടിക്കാൻ നടക്കാതെ ഈ ചെക്ക് പോസ്റ്റിനുള്ളിൽ ഒരു ക്യാമറ സ്ഥാപിച്ചാൽ എൻ്റെ പൊന്നു മന്ത്രി, നിങ്ങൾക്ക് തന്നെ ഇത് ലൈവായി കാണാമല്ലോ. അല്ലാതെ നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ഓരോ ഉടായ്പുമായി വരരുത്. പ്ലീസ്, ഒരപേക്ഷയാണ്. ക്യാമറ വെക്കണേ.